ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികൾക്ക് കൊടുക്കേണ്ട ഫുഡുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കണം, എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് എന്തൊക്കെ ഫുഡുകൾ ഗപ്പികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിലാദ്യം പറയാൻ പോകുന്ന ഫുഡ് എന്ന് പറയുന്നത് മോസ്കിറ്റോ ലാർവയാണ്, കൊതുകിൻ്റെ കൂത്തടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വീടുകളുടെ പരിസരത്തും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് കൊതുകിൻ്റെ കൂത്താടി എന്ന് പറയുന്നത്. ഗപ്പികൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡും കൂടിയാണ് കൂത്താടി. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാവുന്ന ഒരു നല്ലൊരു ഫുഡാണ്. ഇനി നമ്മൾ പറയുന്നത് മണ്ണിര, അതായത് എർത്തുവം. ഇത് നമുക്ക് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം, മണ്ണോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഗപ്പിയുടെ ഈ വായയ്ക്ക്, അതായത് ഗപ്പിയുടെ വായ ചെറുതായിരിക്കുമല്ലോ, അതിനുള്ളൊരു ആ ഒരു സൈസിനുള്ളത് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫീഡ് ചെയ്യാൻ കൊടുക്കണം, നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം. പിന്നെയുള്ളൊരു ഫുഡാണ് മൊയ്ന. ഇതെല്ലാവർക്കും അറിയണ പോലെ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്നും ഫാമുകളിൽ നിന്നൊക്കെ നമുക്ക് സാമ്പിൾ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തതിന് ശേഷം, നമുക്ക് ഈസ്റ്റിലാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റിലാണ് കൾച്ചർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നുള്ളൊരു ഫുഡാണ് മുട്ടയുടെ മഞ്ഞക്കുരു, മുട്ടയുടെ ഉണ്ണി എന്നൊക്കെ പറയും. അത് നമുക്ക് ചെറുതായിട്ട് കുറച്ചെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫീഡ് ചെയ്യാൻ കൊടുക്കുക. ഇനി നമുക്ക് എന്തൊക്കെ ഫുഡുകളാണ് ഗപ്പികൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് നോക്കാം. അതിൽ ഒന്നാമതായിട്ടുള്ളത് റവയാണ്. വേറെ ഒന്നുമില്ല, റവ നമുക്ക് ചുമ്മാ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ വീർത്ത് വരുന്നത് കാണാൻ കഴിയും കുറച്ച് കഴിയുമ്പോൾ. ഇതേപോലെയുള്ള അവസ്ഥ തന്നെയാണ് ഗപ്പികൾ. ഇത് കഴിച്ചതിന് ശേഷവും അവരുടെ വയറിൽ ഇരുന്നിട്ട് ഇത് വീർക്കുകയും ചെയ്യും. അത് ഇൻറ്റസ്റ്റൈനിലും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി ഗപ്പികൾ ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ റവ കൊടുത്തുകൊണ്ട് യാതൊരുവിധ ഗുണവും ഗപ്പികൾക്ക് കിട്ടാനും പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ കടകളിൽ നിന്ന് 10-20 രൂപയ്ക്ക് കിട്ടുന്ന തരിതരിയായിട്ടുള്ള ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും കിട്ടുന്ന ഫുഡ്. അത് ദയവ് ചെയ്ത് കൊടുക്കരുത്. അത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ ഗുണങ്ങളുമില്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്യരുത്. പിന്നെ ഉള്ളത്, നമുക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പ്രീമിയം ഫുഡ്സ് ആയിട്ടുള്ള കുറേ ഫുഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. നല്ല ഫുഡുകൾ നോക്കിയിട്ട് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചിട്ട് ഗപ്പികൾക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കുക. ഗപ്പികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗപ്പികൾ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം ഫുഡ് അവയ്ക്ക് ഇട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർ അത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഭക്ഷണം ആവശ്യമില്ലാത്തപ്പോഴും ഭക്ഷണം കഴിക്കുകയോ തിരയുകയോ ചെയ്യുന്നവരാണ് ഗപ്പികൾ എന്ന് പറയുന്നത്. ഓവറായിട്ടുള്ള ഫീഡിങ് ചെയ്യാതിരിക്കാൻ നോക്കുക. ദിവസത്തിൽ 1-2 തവണ മാത്രം ഫീഡ് ചെയ്താൽ മതി. പിന്നെ എല്ലാ ദിവസവും ഒരേ ഫുഡ് കൊടുക്കാതിരിക്കുക, അതായത് മാറി മാറി ഫുഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വേറൊന്നുമല്ല, ഗപ്പികൾക്ക് ഇത് മടുപ്പുണ്ടാക്കും. നമ്മൾ തന്നെ ദിവസം സെയിം ഫുഡ് ആണെങ്കിലുള്ള അവസ്ഥ നമുക്ക് തന്നെ ആലോചിക്കാൻ കഴിയുന്നതാണ്. മാറി മാറി ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, നമ്മൾ ഡ്രൈ ഫുഡും ലൈവ് ഫുഡും മാറി മാറി നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ വേണ്ടത്ര ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീനില്ലേ, നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് പൊടിച്ചതിന് ശേഷം നമുക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത സാധനം നമ്മൾ എങ്ങനെയാണ് ഫീഡ് ചെയ്യാൻ നോക്കാം. ഇത് ചുമ്മാ നമ്മൾ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഉണ്ട രൂപത്തിലാക്കി എടുക്കണം. അങ്ങനെ ഉണ്ട രൂപത്തിലാക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് നമ്മുടെ ഗപ്പി ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കണം. ഗപ്പി ടാങ്കിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെപ്പോഴും ഗപ്പി ടാങ്കിൽ ഒരു ഫീഡിംഗ് ബോക്സ് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗപ്പി ടാങ്കിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഗപ്പി ടാങ്കിലേക്ക് ഈ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും ഇത് സ്പ്രെഡ് ആവില്ല. കറക്റ്റ് ആ ഫീഡിംഗ് ബോക്സിൽ മാത്രമായിട്ടിത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വാട്ടർ ക്വാളിറ്റി ഉണ്ടാവും. ഫുഡ് അധികം വേസ്റ്റ് ആവില്ല. നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. നമുക്ക് പൈപ്പ് വെച്ചോ എങ്ങനെയെങ്കിലും സക്ക് ചെയ്തിട്ട്, അതായത് വലിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം വേസ്റ്റൊക്കെ കളയാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഫീഡിംഗ് ബോക്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഫീഡിംഗ് ബോക്സ് ഒന്നും നമുക്കിതിന് പറയാൻ പറ്റില്ല. നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അടുക്കിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ഡപ്പയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ഒരു 2-3 കല്ലും കൂടി ഭാരം, അതായത് വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫീഡിംഗ് ബോക്സ് റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല ഇൻഫർമേഷൻസും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗായ്സ്.